ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ആദ്യം എല്ലാവരും കൂടി സെലിബ്രേഷനില്ല, മനസ്സിലായില്ലേ? എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നതല്ല. കുറേ ആൾക്കാർക്ക് ഓൾറെഡി കുറേ ടീച്ചേഴ്സിനെ കൂട്ടി സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ നാലാൾ കൂടിയിട്ട്, അതായത് എൻ്റെ ഫ്രണ്ട്സ്, ഞാനും ശ്രിത, മീനാക്ഷി, ശ്രാവണി, നമ്മൾ നാലാളും കൂടിയിട്ട് ഒരു ക്രിസ്മസ് ഫ്രണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ ഇനിയും ഒരു 10-20 വോട്ടെങ്കിലും മിനിമം കളിക്കണം എന്നുള്ളത്. നമ്മൾ വീണ്ടും കളിക്കാൻ പോവുകയാണ്. അതും ടീച്ചേഴ്സിനും നമ്മൾ കൂട്ടുന്നുണ്ട്. ശ്രീഷ്ണ മാഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഡം, അഞ്ജന മാഡം ഉണ്ട്. നല്ല ടെററായിട്ടുള്ള മാഡമാണ് നമ്മളെ സ്കൂളിലത്തെ. ആ മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയത് നമ്മൾ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ ലിജി മാഡം ആൻഡ് സനൂപ മാഡം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡം കേട്ടോ. ഈ 4 മാഡമാണ് ഉള്ളത്. അപ്പം നമ്മൾ ആരെയാണ് കിട്ടിയത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ 3 ആളും മാത്രമേ പറഞ്ഞിട്ടുണ്ട്. ശ്രുത നമുക്ക് പറഞ്ഞു തന്നില്ല ആരെയാണ് കിട്ടിയെന്നുള്ളത്. കടല നമ്മൾ 3 ആളും എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. സനൂപ മാഡം മെഡിക്കൽ മാഡാണ് കേട്ടോ, നമ്മളെ സ്കൂളിലത്തെ മെഡിക്കൽ മാഡാണ്. അപ്പോൾ മാഡത്തിന് മീനാക്ഷിക്കാണ് കിട്ടിയിട്ടുള്ളത്. മീനാക്ഷി എന്ത് മാഡത്തിന് വാങ്ങി കൊടുക്കുമെന്ന് എനിക്കറിയില്ല. മറ്റേ എന്തെങ്കിലും സിറിഞ്ചോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി കൊടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് എൻ്റെ ഗിഫ്റ്റ് കാണിച്ചു തരാം. എനിക്ക് കിട്ടിയത് ശ്രീഷ്ണ മാഡത്തിനാണ് കേട്ടോ. അപ്പോൾ ശ്രീഷ്ണ മാഡം ഡാൻസിൻ്റെ ടീച്ചറാണ്. മാഡം നോർമലി കമ്മലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കമ്മലാണ്. ഒരു ഗോൾഡ് ഒരു ബ്ലാക്ക് കളർ കമ്മൽ, അതിൽ ഗോൾഡൻ ടച്ചൊക്കെ വരുന്ന നല്ല അടിപൊളി മെറ്റലിൻ്റെ ഒക്കെ ഒരു കമ്മലാണ്. ഇതിന് എത്ര 85 95 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. 100ൻ്റെ ഉള്ളിലാണ് കേട്ടോ. 80-100 ആ ഒരു റേഞ്ചിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആ പ്രൈസിൻ്റെ ഇത് ഇവിടുന്ന് മാന്തി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ നോർമൽ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടേണ്ടതാണ്, ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിയത് ഒരു പെന്നാണ് കേട്ടോ, ഒരു റെഡ് ഇങ്ക് പെന്ന്. പിന്നെ ഒരു കാർഡ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും 5 സ്റ്റാറാണ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. 3 അതും വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കളർ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വേണം നമുക്ക് പൊതിയാൻ. കളർ പേപ്പറിനെ കൊണ്ട് കാർഡൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇനി അതിൻ്റെ ഒരു പരിപാടി ചെയ്യണം. എനിക്ക് ആരെയാമോ കിട്ടിയത്, എൻ്റെ പേര് ആർക്കാമോ കിട്ടിയത്. ടീച്ചേഴ്സിനാണെങ്കിൽ എന്തായാലും നമുക്ക് സ്റ്റോറി ബുക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടീച്ചേഴ്സ് എന്തായാലും അങ്ങനത്തെ തരുള്ളൂ. ഇപ്പം ശ്രീഷ്ണ മാഡത്തിനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര് കിട്ടിയത്. എൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ, മൂവല്ല, വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ, ജസിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി. അവളെ അമ്മ ടീച്ചറാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ വേറെ ആളൊക്കെ കളിച്ച സമയത്ത് അവൾക്ക് കൂടാൻ പറ്റില്ല. ബിക്കോസ് അവർ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. നമ്മളെ സ്കൂളിൽ തന്നെ ടീച്ചറാണ് അവളമ്മ. അപ്പോൾ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. അന്നേരം ഗിഫ്റ്റൊന്നും വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആദ്യം വേറെ ആൾ കളിക്കുന്നതിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നോട് വന്ന് പറഞ്ഞ്, നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൂട്ടണേ, അമ്മ ഗിഫ്റ്റ് വാങ്ങിത്തരാൻ പറഞ്ഞേന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവളെയും കൂടി കൂട്ടിയിട്ടുണ്ട്. അവൾക്ക് ലിജി മാഡത്തിനാണ് തോന്നുന്നു കിട്ടിയത്. ഓക്കെ, എനിക്ക് ശ്രീഷ്ണ മാഡത്തിന് എന്നെയാണ് തോന്നുന്നു കിട്ടിയത്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യാം. ആദ്യം ഒരു കാർഡ് ഉണ്ടാക്കണം, എന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യാം. ഇത് ഞാൻ ഗിഫ്റ്റ് റാപ്പർ ഇപ്പം വാങ്ങിയതല്ല കേട്ടോ, നേരത്തെ വാങ്ങിയതാണ്. എന്താണ് നമ്മളെ ഗിഫ്റ്റ് റാപ്പർ. കാർഡ് നമുക്ക് വേറെ തന്നെ കൊടുക്കാം. ആദ്യം ഇതൊന്ന് പാക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം കമ്മൽ വെക്കുന്നുണ്ട്. കമ്മലിൻ്റെ ഒരു കവർ ഉണ്ടാവും, അത് കാണുന്നില്ല. ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും. തൽക്കാലം നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു ചെറിയ രീതിയിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ അല്ല, ഒരെന്തോ സംഭവം. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ചെറിയ കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്യാം. റാപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം. ക്രിസ്മസ് ആണ്, അപ്പോൾ ക്രിസ്മസ് തീമിലുള്ള ഗിഫ്റ്റാണ് നമുക്ക് വേണ്ടത്. എങ്കിലും നമുക്കത് കിട്ടാത്ത കാരണം
പിന്നെ മുട്ടായിയൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മുട്ടായി വെക്കാം. 5 സ്റ്റാർ എൻ്റെ അടുത്ത് ഉണ്ടായതാട്ടോ. നമ്മൾ ക്യാൻറ്റീൻ പോയി വരുമ്പോൾ വാങ്ങിയതായിരുന്നു. എല്ലാം ഞാൻ വച്ചിട്ടുണ്ട്. എൻ്റെ ടാപ്പാണ് ഞാനിപ്പോൾ തപ്പുന്നത്. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. ടാപ്പുള്ള ഇല്ലാതെ ഒരു കുന്തവും നടക്കൂല. ബിക്കോസ് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് റാപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. ഇത് റാപ്പ് ചെയ്യാൻ അതിന് മുന്നേ ടാപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ മുന്നേ ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1 വീക്കൊക്കെ ഞാൻ വെറുതെ എന്തോ എൻ്റെ മനസ്സിൽ വീഡിയോ എടുക്കണമെന്നേ ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ച വീഡിയോ ഒക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് ഇനിയിപ്പോൾ ടാപ്പ് കണ്ടുപിടിക്കാം. ഞാൻ എപ്പോഴെങ്കിലും വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യിട്ടാം. അതുകൊണ്ട് ആ ഒരു വീഡിയോ നല്ല ലെങ്തായിട്ട് തന്നെ ഉണ്ടാവും. എൻ്റെ ടേബിൾ ഇപ്പം ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ നമുക്കിതിപ്പം ടാപ്പ് എവിടുന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും തപ്പി നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നമുക്ക് ഏതെങ്കിലും സ്റ്റുഡൻസിനൊക്കെയാണ് ഉള്ളതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒന്നെങ്കിലും പേപ്പറൊക്കെ അങ്ങോട്ട് ചുരുട്ടി കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ടീച്ചേഴ്സിനാകുമ്പം അത് കുറച്ച് പാടഞ്ഞാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഏത് പാതാളത്ത് പോയി തപ്പുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു വലിയ ടാപ്പ് ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊന്നും ഉണ്ടാക്കാൻ തോന്നില്ല. പക്ഷെ ടാപ്പ് എവിടെയെങ്കിലൊക്കെ ആവുന്ന സമയത്താണ്, കാണാണ്ടാവുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര ക്രിയേറ്റിവിറ്റി ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വരിക. ടാപ്പ് മാത്രമല്ല, ഈ കത്രിക ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഭയങ്കര ഉണ്ടാക്കലായിരിക്കും, ക്രിയേറ്റിവിറ്റി ആയിരിക്കും. പക്ഷെ ഇല്ല സമയത്ത് നമ്മളത് ഒന്ന് നോക്കുപോലും ഇല്ല. ഇതിപ്പോൾ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? കിട്ടി പുറത്തുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ എവിടെയോ കൊണ്ടുവച്ചിട്ട് ഇവിടെ വന്ന് തപ്പിയാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാ ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ടു, ഇത് ഞാൻ ഇന്ന് വാങ്ങിയാണ്. നല്ല അടിപൊളി സാധനം. മുടിയൊന്നും കൊടുങ്ങൂല, കെട്ട് വന്ന് നിൽക്കൂല. അതൊന്നും ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഗൈസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ പോക്കാണ് കവറിങ് ഒക്കെ, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കൊരു കാർഡ് ഉണ്ടാക്കാം. കമോ പേപ്പർ എടുത്തിട്ടുണ്ട്. എൻ്റെ ഏട്ടനാണെങ്കിൽ താഴ്ന്ന് കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുത്തോണ്ട് നിൽക്കുകയാണ്. ബിക്കോസ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെത് ഇതാണ് ഒരു ഗുണമില്ലാത്ത കാർഡ്. ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എന്നാലും നമുക്ക് നോക്കാം. ഒരു ക്രിസ്മസ് ട്രീ വരക്കണം ഇനിയിപ്പോൾ. പിന്നെ കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് സാന്റാക്ലോസിനെ വരയ്ക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ വരച്ച് കൂട്ടാം. പിന്നെ ഒരു ന്യൂ ഇയറിൻ്റെ കാർഡും കൂടി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് സെറ്റാക്കാം. എനിക്ക് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേറെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട്സ് ഇടാം. ബിക്കോസ് ഫുൾ ലോങ് വീഡിയോയിലാകുമ്പം കാണുന്നവർക്കും ഒരു മടുപ്പായിരിക്കും. ഇപ്പം 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. 10 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. 10 മിനിറ്റ്സ് അല്ല കേട്ടോ, 9 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബൈ.